നിയമസഭാ മന്ദിരത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇനി കടക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങൾ നമ്മൾ കണ്ടു. ശ്രീജിത്ത്, വളരെ പെട്ടെന്ന് ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു കീറാമുട്ടിയാകുമോ പെട്ടെന്ന് പറഞ്ഞാൽ? വകുപ്പുകൾ സംബന്ധിച്ച അവ്യക്തത ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിന് ഇടയാക്കുമെന്ന കാര്യത്തിൽ വ്യക്തമാണ്. എന്നാൽ അത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. സീനിയോറിറ്റിയും അവരുടെ സൗകര്യങ്ങളൊക്കെ പരിഗണിച്ച് ഒരു ചെറിയ റീഅലൊക്കേഷൻ സമയം ഇനിയുമുണ്ട്. കാരണം നാളെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുമ്പ് ഈ പട്ടിക ഗവർണർക്ക് കൈമാറിയാൽ മതി. അതിനുശേഷം ഗവർണർ ഇത് അംഗീകരിച്ച് വിജ്ഞാപനം ഇറങ്ങുന്നതോടെയാണ് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വേണമെങ്കിൽ പിന്നീടും മുഖ്യമന്ത്രിക്ക് മാറ്റം വരുത്താം. കാരണം വകുപ്പ് വിഭജനം ഈ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുമെങ്കിലും പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതൊരു വൈതരണിയല്ല. വേണമെങ്കിൽ പരിഹരിക്കാൻ മനസ്സ് വെച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ. ദീപക്, കെ മുരളീധരനെ സംബന്ധിച്ച് ആരോഗ്യവും അതോടൊപ്പം ദേവസ്വവും ഈ രണ്ട് വകുപ്പുകൾ കെ മുരളീധരൻ കൈകാര്യം ചെയ്യുമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ പിന്നീട് അതിൽ ചില മാറ്റങ്ങൾ വന്നു. അതിന്റെ ഭാഗമായി മുരളീധരന് വലിയ അതൃപ്തിയുണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും? ഗോപി, അത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ കെ മുരളീധരനുമായി അതുപോലെ അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് അതിൽ കൃത്യമായ അഭിപ്രായമുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട്. അദ്ദേഹം ഏതായാലും വൈദ്യുതി വകുപ്പ് മാത്രമായി അത് ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, കെ മുരളീധരനായിരുന്നു വി ഡി സതീശന് വേണ്ടി പരസ്യമായ നിലപാട് ആദ്യം മുതൽ എടുത്തത്. വളരെ വളരെ കടുത്ത നിലപാടായിരുന്നു അത്. മാത്രവുമല്ല, അത് എല്ലാവരോടും അങ്ങനെയാണ് വരേണ്ടത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത് ഹൈക്കമാൻഡിലും അദ്ദേഹം അതേപോലെ തന്നെ പറഞ്ഞു. കാരണം അതാണ് സ്വാഭാവികമായ ചോയ്സ്, വി ഡി സതീശനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഞാൻ കെ മുരളീധരനായി സംസാരിച്ച സമയത്തൊക്കെ മനസ്സിലായത് അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഈ ആരോഗ്യ വകുപ്പും അതുപോലെ ദേവസ്വം വകുപ്പും ആണ് ഉണ്ടാവുക എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പൊടുന്നനെ പുറത്തു നിന്നും വാർത്തയായി വരുന്നു വൈദ്യുതി മന്ത്രിയാണെന്ന്. അതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.